2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. ഒരു മന്ത്രി ഒരു ചീഫ് വിപ്പ് എന്നതിൽ തൃപ്തരല്ലെന്നും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചർച്ച നടത്തുമെന്നും PJ ജോസഫ് പറഞ്ഞു. 2 മന്ത്രി എന്നുള്ള ആ ഒരു ഉറച്ചു നിൽക്കുകയാണോ? തീർച്ചയായിട്ടും. ഈ ഒരു ചീഫ് വിപ്പ് പദവിയും ഒരു മന്ത്രി എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത്. തൃപ്തനാണോ? ഇല്ല, ചർച്ച ചെയ്യാൻ പോണേ ഉള്ളൂ. 2 മന്ത്രി സ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അതിനിടെ ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും PJ ജോസഫ് വിഭാഗത്തിന് നൽകാം എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റേത്. ഉഭയകക്ഷി ചർച്ച രാവിലെ ഒരു വട്ടം കഴിഞ്ഞു. ഇനി വീണ്ടും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ചർച്ച നടത്താൻ പോവുകയാണ്. റിനു, ഇതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ അവകാശവാദത്തിൽ ചെറിയ കഴമ്പുണ്ട് എന്ന കാര്യം പറയാതെ വയ്യ. കാരണം അവർ ജയിക്കുമായിരുന്ന 2 സീറ്റ് അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം കോൺഗ്രസിന് നൽകി. അവർ പ്രതിഷേധം ഉയർത്തിയില്ല. മത്സരിച്ച 8 സീറ്റുകളിൽ 7ലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിജയിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. മാത്രമല്ല, ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല, ഒറ്റ MLA-മാരുള്ള കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുമ്പോൾ 7 MLA-മാരുള്ള ജോസഫ് വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണോ എന്ന ന്യായമായ ചോദ്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഉന്നയിക്കുന്നുണ്ട്. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിന് വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ റിനു? ദിലീപ് കുമാർ, ഇപ്പോഴും കണ്ടോൺമെന്റ് ഹൗസിൽ ഉഭയകക്ഷി ചർച്ച പുരോഗമിക്കുകയാണ്. ഇപ്പോൾ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം PJ ജോസഫും അതുപോലെ തന്നെ മോൻ ജോസഫ് അടക്കമുള്ളവർ കണ്ടോൺമെന്റ് ഹൗസിലെത്തി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനാണ് ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. അതിനുശേഷം പുറത്തേക്ക് വന്ന PJ ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആദ്യഘട്ട ചർച്ച മാത്രമാണ് പുരോഗമിച്ചത്. ഇനി ഉച്ചയ്ക്ക് ശേഷം 2ാം ഘട്ട ചർച്ചയുണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു മന്ത്രി എന്നുള്ള ഒരു മുന്നോട്ട് വെക്കുന്നുണ്ട് UDF. അതിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 2 മന്ത്രിസ്ഥാനം ലഭിക്കണമെന്ന് ഉറച്ച ഒരു തീരുമാനത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് PJ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു മന്ത്രിയും ഒരു ചീഫ് വിപ്പോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറോ അത്തരത്തിലുള്ള ഒരു ഫോർമുലയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും 9 സീറ്റുകളിലാണ് വിജയിച്ചു വന്നത് നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭയിലൊക്കെ തന്നെ. ഇപ്പോൾ 2 സീറ്റ് UDF-ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 7 സീറ്റിൽ കേരള കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു. ഈ ഒരു MLA ഉള്ള ഘടകകക്ഷികൾക്കടക്കം മന്ത്രി പദം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് 7 MLA-മാരുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രി വേണം എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ജോസഫ് വിഭാഗം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിലായിരിക്കും ആ നിർണായക തീരുമാനങ്ങൾ എന്ത് എന്നുള്ളതിലേക്ക് കേരള കോൺഗ്രസ് എത്തുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.